ഹായ് ഗൈസ്, ഇന്ന് മലപ്പുറത്ത് നിന്ന് ഒരു പാർട്ടി എനിക്ക് അയച്ചു തന്നൊരു വണ്ടിയാണിത്. ഈ വണ്ടിയെ നമ്മളിന്ന് RX100ൻ്റെ ഒരു മിനിയേച്ചർ വേർഷനായിട്ടാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി കണ്ടിട്ട് പൊളിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല കിളിക്കുഞ്ഞു മാതിരിയുള്ള വണ്ടി. ഇതൊരു 2021 മോഡല് BS6 XL100 ആണ്. വണ്ടിയുടെ ഇരു വീലുകളും നമ്മൾ മാറ്റുന്നില്ല, പക്ഷേ ടോട്ടൽ ലെങ്ത് കുറയ്ക്കാനായിട്ട് ചെയ്സ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ചെയ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം RXൻ്റെ അളവിലേക്കുള്ള ചെയ്സ് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുകയാണ്. 1.5 ഇഞ്ചിൻ്റെ GI പൈപ്പാണ് ഇവിടെ ചെയ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പണിയൊക്കെ ഏകദേശമൊക്കെ തീർന്നപ്പോഴാണ് സ്വിംഗ് ആമ്പിൻ്റെ നീളം കുറച്ച് കൂടുതലാണെന്ന് തോന്നിയത്. ഏകദേശം 1 ഇഞ്ചോളം കട്ട് ചെയ്ത് മാറ്റി. ഇതൊരു RXൻ്റെ സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ടാങ്കാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മിനിയേച്ചർ ആണല്ലോ, അതുകൊണ്ട് ടാങ്കും അതിൻ്റെതായ വലുപ്പത്തിൽ രൂപം മാറ്റിയെടുത്തു. ഈ പണിത്തിരക്കിനിടയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എങ്കിലും പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതാണ് ഫൈനലി വന്നിരിക്കുന്ന നമ്മുടെ ചെയ്സിൻ്റെ രൂപം. ഏകദേശം RXൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മഡ് ഗാർഡ് സെറ്റാക്കി. ഷോക്കിൻ്റെ ലെങ്ത്ത് പക്ഷെ കുറച്ച് കൂടുതലായിരുന്നു. ഒരു പഴയ ബുള്ളറ്റിൻ്റെ ഷോക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ക്രാപ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളൊരു സൈഡ് കവറാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ശരിയാക്കേണ്ട ആവശ്യം അത് വന്നുള്ളൂ. ഏകദേശം ഒരു RD 350യുടെ സൈഡ് കവറിൻ്റെ ലുക്കാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സൈലൻസറിൻ്റെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല, പിന്നെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാറ്റ് ലുക്കിലേക്ക് ആക്കിയത്. അങ്ങനെ രാവും പകലും പണിയെടുത്ത് അത്യാവശ്യം ബോഡിയുടെ പണിയൊക്കെ തീർന്നു. ഇനി കൂട്ടിയിട്ട് പെയിൻറ്റിങ് വർക്കുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഒരു വണ്ടി എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് കുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രീമിയം പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ പറഞ്ഞ നിറം തന്നെയാണ് ഈ നീല. മഡ് ഗാർഡ് XL100ൻ്റെ തന്നെയാണ്. അതിൻ്റെ പൊസിഷൻ നമ്മൾ കുറച്ച് മുമ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചെയ്സ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. മീറ്റർ പിന്നെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുത്തൻ തന്നെ വാങ്ങിക്കാൻ. RX 135 5 സ്പീഡിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ വളരെ ആക്സിഡൻ്റലി ആണ് എൻ്റെ സുഹൃത്തിൻ്റെ RX100ഉം അവിടെ എത്തിയത്. രണ്ട് വണ്ടികളും ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ മനസ്സിലാവും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, എന്തൊക്കെ സാമ്യതകളുണ്ടെന്ന്. ഈ കാണുന്ന സിലിണ്ടർ നമ്മൾ WPC ഷീറ്റിൽ കട്ട് ചെയ്ത് മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെയിൻ കവറും നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സീറ്റ് നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ സ്ഥിര അപ്പോൾസ്റ്റി വർക്കുകാരനാണ്. സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് RX 135ൻ്റെ 5 സ്പീഡിൻ്റെയാണ്. എല്ലാ ഇൻഡിക്കേറ്ററും ലൈറ്റും കണക്ഷൻ കൊടുത്ത് വർക്കിംഗ് ആക്കി. ഈ ക്രാഷ് ഗാർഡ് ആണെങ്കിൽ XL100ൻ്റെ തന്നെയാണ്, പക്ഷെ ഒന്ന് തല തിരിച്ചു വെച്ചു. പഴയൊരു RXൻ്റെ ക്യാരിയർ എടുത്ത് ലെങ്ത്തും വിഡ്ത്തും എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. എയർ ഫിൽറ്റർ ചെയ്യാൻ സ്ഥലം കുറച്ച് കുറവായതുകൊണ്ട് ഒരു പവർ ഫിൽറ്ററാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. RX100ൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ ശബ്ദമാണല്ലോ. നമ്മളുണ്ടാക്കിയ വണ്ടിയുടെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. നിയമപരമായിട്ട് ഈ വാഹനം റോഡിൽ ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല. തൊട്ടടുത്തിരിക്കുന്ന വണ്ടി നമ്മുടെ ഒരു ആക്റ്റീവയിൽ നിന്നും മോഡിഫൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ വണ്ടിയുടെ വർക്ക് നമുക്ക് കിട്ടിയത്. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ചെക്ക് ചെയ്ത ശേഷം വണ്ടി മലപ്പുറത്തേക്ക് കയറ്റി വെച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ ഇനിയും ഇതുപോലെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്.